Beep, beep. Suddenly, Robo's lights started blinking. Robo, what's happening? Danny asked. He felt a jolt in the boat. എന്താണ് അങ്ങനെ പറഞ്ഞാൽ ബീപ് ബീപ് എന്നുള്ള സൗണ്ട് കേൾക്കുന്നു, ശബ്ദം വരുന്നുണ്ട്. സഡൻലി റോബോസ് ലൈറ്റ് സ്റ്റാർട്ടഡ് ബ്ലിങ്കിങ്. ഈ ബീപ് ബീപ് എന്നുള്ള സൗണ്ടോട് കൂടി എന്താണ് സംഭവിച്ചത്? റോബോയുടെ ലൈറ്റുകൾ സ്റ്റാർട്ടഡ് ബ്ലിങ്കിങ്, മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റോബോയുടെ ലൈറ്റുകൾ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബീപ് ബീപ് എന്നുള്ള ശബ്ദമുണ്ട്. റോബോ വാട്ട്സ് ഹാപ്പനിങ്? അപ്പോൾ ഡാനി ചോദിച്ചു റോബോ വാട്ട്സ് ഹാപ്പനിങ്? റോബോ എന്താണ് സംഭവിക്കുന്നത്? ഹി ഫെൽറ്റ് എ ജോൾട്ട് ഇൻ ദ ബോട്ട്. നമ്മുടെ റോബോ ഇപ്പോൾ ഏത് ഫോമിലാണ്, ഏത് രൂപത്തിലാണ്? ഒരു ബോട്ടിനെ പോലെയാണ് അല്ലേ? അപ്പോൾ ഹി ഫെൽറ്റ് എ ജോൾട്ട് ഇൻ ദ ബോട്ട് എന്ന് പറഞ്ഞാൽ ആ ബോട്ടിൻ്റെ സഞ്ചാരത്തിന് എന്തോ ഒരു മിസ്റ്റേക്ക്, എന്തോ ഒരു തടസ്സം നേരിടുന്നത് പോലെ അവന് തോന്നി. നമുക്ക് വായിക്കാം. ലെറ്റ്സ് റീഡ്. Beep, beep. Danny heard a beeping sound. Robo, what happened? Danny asked. He didn't answer. The boat turned and sailed back to the shore. I'm tired, said Robo. Danny got down. Robo became the robot again. Danny saw a message on Robo's screen. അപ്പോൾ വീണ്ടും എന്താ പറയുന്നത്? ബീപ്പ് ബീപ്പ് എന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. ഡാനി ഹേർഡ് എ ബീപ്പിംഗ് സൗണ്ട്. ഡാനി ഒരു ബീപ്പിംഗ് സൗണ്ട് കേട്ടു. റോബോ വാട്ട് ഹാപ്പൻഡ്? ഡാനി ആസ്ക്ഡ്. ഡാനി ചോദിച്ചു, റോബോ എന്താ സംഭവിച്ചത്? ഹി ഡിഡിൻ ആൻസർ. പക്ഷേ ആരും ആൻസർ പറഞ്ഞില്ല. നമ്മുടെ റോബോ ആൻസർ ഒന്നും പറഞ്ഞില്ല, ഉത്തരമൊന്നും പറഞ്ഞിരുന്നില്ല. ഹി ഡിഡിൻ ആൻസർ. ദ ബോട്ട് ടേൺഡ് ആൻഡ് സെയിൽ ബാക്ക് ടു ദ ഷോർ. അപ്പോൾ ഇവരെവിടെയായിരുന്നു? ഇവർ രണ്ടുപേരും കൂടെ കടലിലായിരുന്നു. ബോട്ടിൻ്റെ രൂപത്തിലുള്ള നമ്മുടെ റോബോയും ഡാനി അതിൽ കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ബോട്ട് തിരിഞ്ഞു വന്നു. ആൻഡ് സെയിൽ ബാക്ക് ടു ദ ഷോർ. എന്നിട്ട് തീരത്തേക്ക്, നമ്മുടെ ഷോറിലേക്ക്, സീ ഷോറിലേക്ക് തിരിച്ച് വരികയാണ് നമ്മുടെ ബോട്ട്, റോബോ എന്ന് പറയുന്ന ബോട്ട്. ഐ എം ടയേർഡ്, സെഡ് റോബോ. റോബോ പറഞ്ഞു, എന്ത്? ഞാൻ ക്ഷീണിച്ചു. ഡാനി ഗോട്ട് ഡൗൺ. അത് കേട്ടപ്പോൾ ആര് എന്ത് ചെയ്തു? ഡാനി താഴെ ഇറങ്ങി. ബോട്ടിൽ നിന്നും ഗെറ്റ് ഡൗണിൻ്റെ പാസ്റ്റാണ് ഗോട്ട് ഡൗൺ എന്നാണ്. താഴെ ഇറങ്ങി. ബസ്സിൽ നിന്നൊക്കെ നമ്മൾ താഴെ ഇറങ്ങി എന്നുള്ളതിന് ഗെറ്റ് ഡൗൺ, ഗോട്ട് ഡൗൺ എന്നാണ് പറയുക. ഡാനി ഗോട്ട് ഡൗൺ. അതുപോലെ നമ്മുടെ ഡാനി ആ റോബോ എന്ന് പറയുന്ന ബോട്ടിൽ നിന്ന് ഗോട്ട് ഡൗൺ ചെയ്തു, താഴെ ഇറങ്ങി. റോബോ ബിക്കെയിം ദ റോബോട്ട് അഗെയിൻ. അപ്പോൾ താഴെ ഇറങ്ങിയപ്പോൾ നമ്മുടെ റോബോ, ക്ഷീണിച്ച റോബോ ബോട്ടിൻ്റെ രൂപത്തിൽ നിന്നും വീണ്ടും റോബോട്ടായിട്ട് മാറി. റോബോ ബിക്കെയിം ദ റോബോട്ട് അഗെയിൻ. റോബോട്ടായി വീണ്ടും മാറി. ഡാനി സോ എ മെസ്സേജ് ഓൺ റോബോ സ്ക്രീൻ. അപ്പോൾ നമ്മുടെ ഡാനി എന്താ കണ്ടത്? റോബോയുടെ സ്ക്രീനിൽ ഒരു മെസ്സേജ് കണ്ടു. എന്താണ് ആ മെസ്സേജ്? എന്താണ്? ബാറ്ററി ലോ. നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ബാറ്ററി ലോ ആയാലും ബാറ്ററി ലോ എന്നൊക്കെ കാണിക്കാറുണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ റോബോയുടെ സ്ക്രീനിൽ കാണിക്കുകയാണ് ബാറ്ററി ലോ. ലോ എന്ന് പറഞ്ഞാൽ കുറവ്. LOW ലോ ആണ് കുറവ്, ബാറ്ററി ലോ. ഹൗ വിൽ ഡാനി സേവ് റോബോ? ഇനി എന്ത് ചെയ്യും? ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ഡാനി റോബോയെ രക്ഷിക്കുക എന്നാണ് ചോദിക്കുന്നത്. വീണ്ടും ടീച്ചർ പറയുന്നത് എന്താണെന്ന് നോക്കാം. ലിസൺ ടു ദ ടീച്ചർ അഗെയിൻ. സിയ വാസ് തിങ്കിങ് അബൌട്ട് റോബോ. സഡൻലി സിയ ഹേർഡ് എ ബീപ്പിംഗ് സൗണ്ട് ഫ്രം ഹർ മദേഴ്സ് മൊബൈൽ ഫോൺ. റോബോ ഈസ് ഇൻ ഡേഞ്ചർ. റോബോ ഈസ് ഇൻ ഡേഞ്ചർ. എ വോയിസ് ഈസ് ആൾസോ ഹേർഡ് ഫ്രം ദ ഫോൺ. അപ്പോൾ എന്താണ് ഈ നമ്മുടെ റോബോയും ഡാനിയും ഒക്കെ ഉള്ള സീഷോറൊക്കെ വിട്ടിട്ട് വേറൊരു സീനാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. സിയെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ 1ാം ക്ലാസ്സിൽ സിയ ആൻഡ് റോബോ എന്ന് പറഞ്ഞൊരു പാഠം വായിച്ചത് ഓർമ്മ ഉണ്ടാവും. ആ സിയയാണ് ഈ സിയ. സിയ വാസ് തിങ്കിങ് അബൌട്ട് റോബോ. അപ്പോൾ സിയ നമ്മുടെ റോബോയെ പറ്റി ആലോചിച്ചിരിക്കുകയായിരുന്നു. സഡൻലി, പെട്ടെന്ന്, സിയ ഹേർഡ് എ ബീപ്പിംഗ് സൗണ്ട് ഫ്രം ഹർ മദേഴ്സ് മൊബൈൽ ഫോൺ. അപ്പോൾ സിയയുടെ അമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്നും പെട്ടെന്ന് ഒരു ബീപ്പിംഗ് സൗണ്ട് കേട്ടു. എന്താണ് ആ ബീപ്പിംഗ് സൗണ്ടും? അതുപോലെ ഒരു വോയിസും ഉണ്ട്. റോബോ ഈസ് ഇൻ ഡേഞ്ചർ. റോബോ ഈസ് ഇൻ ഡേഞ്ചർ. റോബോ അപകടത്തിലാണ് എന്നാണ് പറയുന്നത്. എ വോയിസ് ഈസ് ആൾസോ ഹേർഡ് ഫ്രം ദ ഫോൺ. ഫോണിൽ നിന്ന് ആ വോയിസും കൂടെ കേട്ടു. ബീപ്പിംഗ് സൗണ്ടും ഉണ്ട്, റോബോ ഈസ് ഇൻ ഡേഞ്ചർ എന്ന് പറയുന്ന വോയിസുമാണ് മദറിൻ്റെ ഫോണിൽ നിന്നും കേട്ടത്. Mom, Dad, Robo is in trouble. Her mother checked the phone and said, You are right, Zia. Robo's battery is low. Where is he now? Zia asked. Look, Robo is at the seashore now, Dad said, looking at the phone screen. അപ്പോൾ നമ്മുടെ സിയ പറയണ മോം ഡാഡ് അമ്മേ അച്ഛാ റോബോ ഈസ് ഇൻ ട്രബിൾ. റോബോ അപകടത്തിലാണ്, വിഷമത്തിലാണ്.
ഹർ മദർ ചെക്ക് ദ ഫോൺ ആൻസേർഡ്. അവളുടെ അമ്മ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു, യു ആർ റൈറ്റ് സിയ, റോബോസ് ബാറ്ററി ഈസ് ലോ. നീ പറഞ്ഞത് ശരിയാണ് സിയ, റോബോയുടെ ബാറ്ററി കുറവാണ്. വെർ ഈസ് ഹി നൗ? സിയ ആസ്ക്ഡ്. സിയ ചോദിച്ചു, എന്ത്? വെർ ഈസ് ഹി നൗ? ഇപ്പോൾ അവൻ എവിടെയാണ്? നമ്മുടെ റോബോ എവിടെയാണ് ഇപ്പോൾ? ലുക്ക്, റോബോ ഈസ് അറ്റ് ദ സീഷോർ നൗ, ഡാഡ് സെഡ് ലുക്കിംഗ് അറ്റ് ദ ഫോൺ സ്ക്രീൻ. അപ്പോൾ ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ഡാഡിന് മനസ്സിലായി എവിടെയാണ് റോബോ. വെർ ഈസ് ഹി നൗ? ഹി ഈസ് അറ്റ് ദ സീഷോർ. അപ്പോൾ കടൽ തീരത്താണ് അവനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ, സിയയുടെ അച്ഛൻ, ഫോൺ സ്ക്രീനിൽ നോക്കിയിട്ട് പറഞ്ഞു. നെക്സ്റ്റ് അഗെയിൻ ലിസൺ ടു ദ ടീച്ചർ. Zia and her friends hurried to the seashore. Danny was crying. Robo was lying still. Zia ran up to Robo and hugged him. Don't worry, we can charge Robo soon, her father said. അപ്പോൾ എന്താണ്? സിയ ആൻഡ് ഹർ പാരൻസ് ഹറീഡ് ടു ദ സീഷോർ. അപ്പോൾ സിയയും അവളുടെ പാരൻസും അവളുടെ രക്ഷിതാക്കളും കൂടി സീഷോറിലേക്ക്, നമ്മുടെ കടൽ തീരത്തിലേക്ക് പെട്ടെന്ന്, ഹറി എന്ന് പറഞ്ഞാൽ ധൃതിയിൽ, തിടുക്കത്തിൽ എന്നൊക്കെയാണ്. അപ്പോൾ ധൃതിയിൽ എത്തിച്ചേർന്നു. ഡാനി വാസ് ക്രൈങ്. അപ്പോൾ അവരെന്താണ് കാഴ്ച കാണുന്നത്? ദാറ്റ് ടൈം ഡാനി വാസ് ക്രൈങ്. ഡാനി എന്ത് ചെയ്യായിരുന്നു? ഡാനി വാസ് ക്രൈങ്. ഡാനി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. റോബോ വാസ് ലൈങ് സ്റ്റിൽ. എന്താ കാരണമായിരിക്കും? റോബോ എന്താ ചെയ്യുന്നത്? വാസ് ലൈങ് സ്റ്റിൽ. ഹി വാസ് ലൈങ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ കനോട്ട് മൂവ് ചെയ്യാൻ കഴിയാതെ നിശ്ചലമായി എന്ന് മലയാളത്തിൽ പറയും. ലൈങ് എന്ന് പറഞ്ഞാൽ കിടന്നു. റോബോ എങ്ങനെയായിരുന്നു? നിശ്ചലനായി കിടക്കുകയായിരുന്നു, സ്റ്റില്ലായി കിടക്കുകയായിരുന്നു. സിയ റാൻ അപ്പ് ടു റോബോ ആൻഡ് ഹഗ്ഡ് ഹിം. അപ്പോൾ നമ്മുടെ സിയ റാൻ അപ്പ് ടു റോബോ എന്ന് പറഞ്ഞാൽ റോബോയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ആൻഡ് ഹഗ്ഡ് ഹിം, അവനെ കെട്ടിപ്പിടിച്ചു. ഡോണ്ട് വറി, വി ക്യാൻ ചാർജ് റോബോ സൂൺ, ഹെർ ഫാദർ സെഡ്. അപ്പോൾ നമ്മുടെ സിയയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്, നമ്മുടെ സിയയുടെ ഫാദറിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഡോണ്ട് വറി, വി ക്യാൻ ചാർജ് റോബോ സൂൺ, നമുക്ക് റോബോയെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞു ഹെർ ഫാദർ സെഡ്. Zia's father connected the charger to his car and they waited there. Charging complete. Robo's screen blinked. Hi, I am all right, said Robo. Zia's father drove Danny and Robo back to their home. Hi, we are back home, said Robo to Danny. Thank you, Zia. Danny smiled at her thankfully. അപ്പോൾ സിയാസ് ഫാദർ കണക്റ്റഡ് ദ ചാർജർ ടു ഹിസ് കാർ. അപ്പോൾ നമ്മുടെ സിയയുടെ ഫാദർ എങ്ങനെയാണ് റോബോയെ ചാർജ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ കാറിൽ വെച്ചാണ് ചാർജ് ചെയ്തത്. ചാർജർ കാറിലേക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്തു. ആൻഡ് ദേ വെയിറ്റഡ് ദർ, എന്നിട്ട് അവരവിടെ കാത്തിരുന്നു. ചാർജിങ് കംപ്ലീറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ചാർജിങ് ഒക്കെ ബാറ്ററി ലോ എന്നുള്ളത് ഇനി കാണിക്കില്ല, കാരണം ചാർജിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നന്നായി ചാർജൊക്കെ കിട്ടി. റോബോ സ്ക്രീൻ ബ്ലിങ്ക്ഡ്. അപ്പോൾ നമ്മുടെ റോബോയുടെ സ്ക്രീനൊക്കെ നല്ല തിളങ്ങിക്കൊണ്ടിരുന്നു. ഹായ്, ഐ ആം ഓൾ റൈറ്റ്, സെഡ് റോബോ. അപ്പം എന്താ പറയുക, റോബോ പറഞ്ഞു, ഞാൻ എന്താണ്, ഐ എം ഓൾ റൈറ്റ്, ഞാൻ ഓക്കെയാണ് ഇപ്പോൾ. സിയാസ് ഫാദർ ഡ്രോ ഡാനി ആൻഡ് റോബോ ബാക്ക് ടു ദർ ഹോം. അങ്ങനെ ഡാനിയെയും റോബോയെയും അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചത് ആരാണ്? നമ്മുടെ സിയയുടെ ഫാദറും. ഫാദർ എങ്ങനെയാണ്? ഡ്രൈവിൻ്റെ പാസ്റ്റാണ് ഡ്രോവ്, വണ്ടി ഓടിച്ചുകൊണ്ട് കാറിലാക്കിയിട്ടാണ് ഇവർ കൊണ്ടുപോയി വീട്ടിലെത്തിച്ചത്. ഹായ്, വി ആർ ബാക്ക് ഹോം, സെഡ് റോബോ ടു ഡാനി. അപ്പോൾ ഡാനിയോട് റോബോ സന്തോഷത്തോടെ പറയണത്, വി ആർ ബാക്ക് ഹോം, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. താങ്ക് യു സിയ. ഡാനി സ്മൈൽഡ് അറ്റ് ഹർ താങ്ക്ഫുള്ളി. സിയയോട് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഡാനി വളരെ നന്ദിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഇതാണ് അതിൻ്റെ എൻഡ് ഓഫ് ദ സ്റ്റോറി.